മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിലും മുനമ്പം സംരക്ഷണ സമിതി നേതാക്കളും ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ അറിയിച്ചതായി ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ക്രിസ്മസ് ദിനമായ നാളെ മുനമ്പത്ത് നിരാഹാര സമരം നടത്തുമെന്ന് സമരസമിതി നേതാക്കളും വ്യക്തമാക്കി. മുനമ്പം കടപ്പുറം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് തന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ഈ ചർച്ച ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ശരിയായ രീതിയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. മുസ്തഫ വിവരങ്ങളുമായി. മുസ്തഫ, എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശം? ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ സമരസമിതിയും അതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും ജുഡീഷ്യൽ കമ്മീഷനുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ ക്രിസ്മസ് ദിനത്തിൽ ഈ മുനമ്പത്തെ സമരസമിതി നിരാഹാരം ഇരിക്കുന്നുണ്ട്. അതിനു മുന്നോടിയായി ഈ വിഷയത്തിൽ കമ്മീഷൻ കാണുന്ന വിവിധ ഭാഗത്തുള്ള ആളുകൾ, നേരത്തെ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൺവെൻഷൻ ഉള്ള ആളുകളെയൊക്കെ കമ്മീഷൻ വെവ്വേറെ ആളുകളായി കാണുന്നുണ്ട്. അതിനനുസരിച്ചാണെന്ന് ഈ സമരസമിതി നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റു ആളുകളും ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്. CN രാമചന്ദ്രൻ നായരുമായി ഏറെ നേരം കൂടിക്കാഴ്ച നടത്തി. എന്തായാലും അതിനുശേഷം ഈ സമരസമിതി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും പറഞ്ഞത് ഏറ്റവും പ്രധാനമായി ഈ കമ്മീഷനെ പ്രതീക്ഷയോടെ കാണുകയാണ് സമരസമിതി നേതാക്കൾ. ഒപ്പം തന്നെ നാളെ സമരസമിതി യോഗം ഈ ക്രിസ്മസ് ദിനത്തിൽ മുനമ്പത്ത് അവരുടെ സമരം ശക്തിയാക്കുന്നതിന്റെ ഭാഗമായി ഒരു നിരാഹാര സമരം വെച്ചിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഇന്ന് കമ്മീഷൻ ഏറ്റവും പ്രധാനമായി ഇവരെ അറിയിച്ചൊരു കാര്യം, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിലപാട് കമ്മീഷനെ ആവർത്തിച്ച് അറിയിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഈ കമ്മീഷനിൽ ഒരു പ്രതീക്ഷ വെക്കുകയാണ് സമരസമിതി നേതാക്കൾ.